ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. ഇഫ് 27 gram of water is formed during complete combustion of pure propene, the mass of propene burned is. എന്താ പ്രൊപ്പീന്റെ കമ്പഷൻ? ഒരു ഹൈഡ്രോകാർബണിന്റെ കമ്പഷൻ റിയാക്ഷൻ എങ്ങനെ എഴുതാം? CxHy plus X plus Y/4O2 gives X number of carbon dioxide plus Y/2 H2O. Y/2 H2O. This is called the combustion of hydrocarbon. ഇത് ഉപയോഗിച്ച് പ്രൊപ്പീന്റെ കമ്പഷൻ ഒന്ന് എഴുതാം. പ്രൊപ്പീന്റെ ഫോർമുല C3H6. സോ C3H6. എക്സിന്റെ സ്ഥാനത്ത് 3 ആണ്, വൈയുടെ സ്ഥാനത്ത് 6 ആണ്. അപ്പൊ എത്ര O2 വരും? 3 plus 6/4. 6/4 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. സോ 3 plus 3/2 എന്ന് പറഞ്ഞാൽ 3 plus 1.5, 4.5, 9/2. 9/2 O2 gives X number of CO2 എന്ന് പറഞ്ഞാൽ 3 CO2 plus Y/2 H2O. Y 6 ആണ്, വൈയുടെ സ്ഥാനത്ത് 6 ആണ്. Y/2 എന്ന് പറഞ്ഞാൽ 6/2, 3. സോ 3 H2. ഇപ്പൊ ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു മോൾ പ്രൊപ്പീൻ ബേൺ ചെയ്താൽ, ഒരു മോൾ പ്രൊപ്പീൻ C3H6 ഒരു മോള് ബേൺ ചെയ്താൽ വാട്ടർ, അവരെ മാത്രം ഞാൻ എടുക്കാം, 3 മോള് വാട്ടർ ഉണ്ടാവുന്നതാണ്. ഒരു മോൾ പ്രൊപ്പീൻ ബേൺ ചെയ്താൽ 3 മോള് വാട്ടർ ഉണ്ടാവും അല്ലെ? ഒരു മോൾ പ്രൊപ്പീൻ ബേൺ ചെയ്താൽ 3 മോള് വാട്ടർ ഉണ്ടാവും. 3 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 3 × 18. 3 × 18 എന്ന് പറഞ്ഞാൽ 54 ഗ്രാമാണ്. 54 ഗ്രാം ഉണ്ടാവാൻ 1 മോൾ ബേൺ ചെയ്യണം. 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് എത്ര വരിക? 3 കാർബൺ, 3 × 12 36. 3 × 12 36 പ്ലസ് 6 42 ഗ്രാം. അപ്പൊ 42 ഗ്രാം പ്രൊപ്പീൻ ബേൺ ചെയ്താൽ 54 ഗ്രാം വാട്ടർ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 27 ഗ്രാം വാട്ടർ ഫോം ചെയ്തു എന്നാണ്. അപ്പൊ 54നെ 27 ആക്കാൻ ഒരു /2 ഇട്ടാ മതി. അപ്പൊ 27 ഗ്രാം വാട്ടർ ഫോം ചെയ്യണമെങ്കിൽ അതിന്റെ പകുതി മതി പ്രൊപ്പീൻ. അപ്പൊ 2 ഭാഗം ഒരു /2 ഇട്ടാ മതി. ഇവിടെയും /2, ഇവിടെയും /2. സോ 21 ഗ്രാം പ്രൊപ്പീൻ ആണ് ആവശ്യമുള്ളത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ.